ഇന്ന് ഹോട്ടൽ ചെക്കൗട്ട് ബാംഗ്ലൂരിലാണ് ലളിത് ഹോട്ടൽ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രേപ്പ് ജ്യൂസ്, വട, ബ്രൊക്കോളി, മഷ്റൂം, പൊട്ടറ്റോ വെഡ്ജസ്, ക്രഷൻറ്റ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. കൂടാതെ കുറച്ച് കേടുവട. ഇത് ബേക്കണാണ് കേട്ടോ. ഞാൻ കഴിക്കില്ല, പക്ഷേ വെറുതെ ഒരു അലങ്കാരത്തിന് സൈഡിൽ വെച്ചു എന്നേ ഉള്ളൂ. സത്യമായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കഴിക്കാത്തൊരു സാധനമാണത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. നേരെ റൂമിലേക്ക് വന്നു. ചെക്കൗട്ടിനുള്ള പാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത് എൻ്റെ കാലിലെ ഒരു മിട്ടി കാണാനില്ല. ഓക്കെ, അതെന്തായാലും മിസ്സിങ് ആയി. അത് ഉറക്കത്തിൽ കാലിൽ ഊരി പോയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഇന്നലെ ഔട്ടിങ്ങിന് പോയപ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും. അത് ഓൾറെഡി ലൂസായിരുന്നു, അതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നു. ഇനി അതേക്കുറിച്ച് ഓർത്തിട്ട് ഇനി വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. തൽക്കാലം റൂമിലൊന്നും താഴെയൊന്നും കണ്ടതുമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഏതായാലും ഇന്ന് ചെക്കൗട്ട് ആയതുകൊണ്ട് ഞാൻ പുറത്തിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പുറത്തുള്ള ഈ ആംബിയൻസ് കാണാൻ എന്തൊരു ഭംഗിയല്ലേ. നേരെ ഓപ്പോസിറ്റ് ഗോൾഫ് കോർട്ടാണ്. അത് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇത് നല്ല ഒരു ബോഗൻവില്ലയും പിന്നെ ഈ നമ്മളിതിനെ പേപ്പർ ഫ്ലവർ എന്നൊക്കെ പറയും കുട്ടിക്കാലത്ത്. അപ്പോൾ ഇങ്ങനത്തെ ഈ നല്ല ഈ ടോൾ ട്രീസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ആംബിയൻസും നല്ല ഹോസ്പിറ്റാലിറ്റിയും നല്ല ഫുഡും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു റൂമിൽ. അപ്പോൾ ഇത് ഞാൻ കൂടാതെ ഒരുപാട് വ്ളോഗേഴ്സ് ഈ ഒരു ഹോട്ടലിനെ പറ്റിയിട്ട് ഇതിൽ കുറേ റിവ്യൂസൊക്കെ നല്ല അടിപൊളി റിവ്യൂസാട്ടോ. ഞാനും റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ ഈ മാലയുണ്ടല്ലോ, ബർത്ത്ഡേ സ്പെഷ്യലാണത്. ഞാൻ HM വാങ്ങിയതാണ്. ഇത് ഫെബ്രുവരിയിൽ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ സോഡിയാക് സൈൻ മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ മാല ഇന്ന് പ്രത്യേകിച്ച് ഇട്ടിരിക്കുന്നത് എൻ്റെ ബർത്ത്ഡേക്ക്. ഫിഷസാണ് ആ തൂങ്ങുന്നത് കേട്ടോ, നമ്മുടെ മീനുകൾ. അപ്പോൾ എൻ്റെ ലഗേജ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ എൻ്റെ ചാവിയൊക്കെ എടുത്തു. ഈ ഇലക്ട്രോണിക് കീ ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ലിഫ്റ്റിൽ താഴേക്ക് പോകാനും നമ്മുടെ ഫ്ലോറിലേക്ക് വരാനും ഈ ഇലക്ട്രോണിക് കീ വേണം. അതായത് പണ്ടൊക്കെ ഞാൻ കാണാറുണ്ട്, കൊച്ചു കുട്ടികൾ വെറുതെ ഓടിക്കളിക്കാറുണ്ട്. ലിഫ്റ്റിൽ ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ടൊക്കെ അങ്ങ് മേലെയും താഴെയൊക്കെ പോകണം ഞാൻ ഒരുപാട് കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് പറ്റില്ല. ഇലക്ട്രോണിക് കീ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ലിഫ്റ്റിൽ നമുക്ക് നമ്മുടെ അതാത് ഫ്ലോറിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് ഇലക്ട്രോണിക് കീ അവിടെ ലിഫ്റ്റിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലോർ അതിൽ റീഡ് ചെയ്യും. നമ്മുടെ ഏത് ഫ്ലോറാണെന്ന് വെച്ചാൽ കറക്റ്റ് ആ ഫ്ലോറിൽ മാത്രമേ അത് നിൽക്കുള്ളൂ, വേറെ ഒരു ഫ്ലോറിലും അത് പോവില്ല. അങ്ങനെയുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് സ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഈ ഒരു കീൻ്റെ പ്രത്യേകത. പിന്നെ ഞാൻ കാണാണ്ട് പോയ മിട്ടീൻ്റെ കഥ പറഞ്ഞില്ലേ, മിട്ടി എനിക്ക് തിരിച്ചു കിട്ടിയിട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടൊക്കെ വന്നപ്പോൾ അവർ റൂം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിട്ടി എവിടുന്നോ അവർക്ക് കിട്ടി. എനിക്ക് തോന്നുന്നത് ബെഡിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയെന്ന് തോന്നുന്നത്. അവിടെ നിന്നെടുത്ത് അവർ അവിടുത്തെ ഒരു ഡെസ്കിൽ വെച്ചിരിക്കുന്നു, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് അവരുടെ. നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, നല്ല ഫുഡും. എനിക്ക് എടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ഹൈ എൻഡ് ഹോട്ടൽസിലൊക്കെ താമസിച്ചിട്ടുള്ള ഗുണം. നമുക്ക് എന്തെങ്കിലും മിസ്സിങ് ആയാൽ നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. സാധാരണ ഹോട്ടലിനെ കുറ്റം പറയുന്നതല്ല കേട്ടോ, പക്ഷേ ഇങ്ങനെയുള്ള ഹോട്ടൽസ് അവർ ഇങ്ങനെ ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു കാര്യത്തിൽ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല എൻ്റെ ഫോൺ സ്റ്റാൻഡും ഇടയിലൊന്ന് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു. എവിടെയോ വെച്ച് മറന്നുപോയി. താഴെ റിസപ്ഷനിൽ പറഞ്ഞു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് തിരിച്ച് കിട്ടി. ഞാൻ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്റ്റാൻഡ് അവർ കൊണ്ടുവന്ന ആ പ്ലേറ്റിൽ വെച്ചു. റൂം പോയി അത് തിരിച്ചെടുക്കാൻ വന്നപ്പോൾ അതും കൂടെ പോയി. പക്ഷേ അതവരവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് തിരിച്ച് കിട്ടി. ഇപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നത് വന്ദേ ഭാരതിലാണ്, നേരെ ചെന്നൈക്ക്. വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞാൻ മെട്രോസ് കഫേയിൽ നിന്ന് വാങ്ങിയ പപ്സും മസാല പെണ്ണുമായിരുന്നു അത്. ഇവിടെ കോഫി സെർവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നേരത്തെ തന്നെ പപ്സെല്ലാം കഴിച്ച് ഞാൻ റെഡി ആയിട്ടിരുന്നു. വന്ദേ ഭാരതിൽ ഇപ്രാവശ്യം എനിക്ക് എക്സിക്യൂട്ടീവ് ക്ലാസ് കിട്ടിയില്ല, വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ സാധാ ക്ലാസ്സാണ് എടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ചു മടങ്ങുകയായി. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഒരു ദിവസമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. അത്ര നല്ല ഒരു ജന്മദിനമാണ് എനിക്കിപ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സമ്മാനിച്ചത്. ഇനിയും വരും ജന്മദിനങ്ങളെല്ലാം ഇതുപോലെ പല പല സ്ഥലങ്ങളിലായി നന്നായിട്ട് ആരോഗ്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. വന്ദേ ഭാരതൊക്കെ അടിപൊളിയാണ്, പക്ഷേ പാസഞ്ചേഴ്സ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഹെഡ്ഫോൺ യൂസ് ചെയ്യണം. എപ്പോൾ വരുമ്പോഴും ഹെഡ്ഫോൺ കയ്യിൽ വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. കൂടിയിരിക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. മൂവീസൊക്കെ കാണുമ്പോഴേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ടീ സെർവ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സ്നാക്സും, ഭുജിയ, വട, ചിക്കി, പീനട്ട് ചിക്കി, പിന്നെ ഒരു സാഷെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെയാണ് ഐറ്റംസ്. ഇതിൻ്റെ കൂടെ കോഫി അല്ലെങ്കിൽ ടീ കിറ്റും കൂടെ വരുന്നുണ്ട്. ചൂടുവെള്ളം അവർ സെർവ് ചെയ്യും. ഫസ്റ്റ് തന്നെ വട എടുത്ത് കഴിച്ചു, പിന്നെ ചീവട അതും കഴിച്ചു. പിന്നെ കോഫിയുടെ കിറ്റിട്ടു. അവർ പാനി ഹോട്ട് വാട്ടർ സെർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് വന്ദേ ഭാരത് എൻ്റെ റിട്ടേൺ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.